എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി വീണ്ടും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പനത്തടിയിലെ മാതൃകാ ശിശു പുനരധിവാസ കേന്ദ്രം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് അപേക്ഷ നൽകിയവർക്കായി വീണ്ടും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. പനത്തടി മാതൃകാ ശിശു പുനരധിവാസ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനായി 2000-ഓളം അപേക്ഷകൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇവരെ മുഴുവനായും വൈദ്യപരിശോധന നടത്തി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോവുകയാണെന്നും ആരോഗ്യവകുപ്പും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് എൻഡോസൾഫാൻ മേഖലയിൽ കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സാമൂഹ്യനീതി വകുപ്പിന്റെ മുദ്രാവാക്യം തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളതാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ് തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ. ഞാൻ എന്തൊക്കെ പ്രസംഗിച്ചാലും നിങ്ങളുടെ ധർമ്മസങ്കടങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കുകയാണ് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പരമാവധി നിങ്ങളോടൊപ്പം നിൽക്കാനും നിങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാനുമാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് എന്ന് ഏറ്റവും വിനയപൂർവ്വം ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള ഔദ്യോഗികമോ ഔപചാരികമോ ഒക്കെ ആയിട്ടുള്ള ഒന്നും വിചാരിക്കാതെ നിങ്ങളുടെ അമ്മയോടെന്ന പോലെ അല്ലെങ്കിൽ സഹോദരിയോടെന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് നിങ്ങൾക്ക് നേരിട്ട് പറയാവുന്നതാണ്. നിങ്ങളുടെ ജില്ലക്കാരനായിട്ടുള്ള സാമൂഹ്യനീതി ഡയറക്ടറും എന്നോടൊപ്പമുണ്ട്. തീർച്ചയായും എന്ത് കാര്യത്തിലും ഞങ്ങൾ പരമാവധി വകുപ്പിന്റെ സാധ്യതകൾ നിങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തും. ചടങ്ങിൽ ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. KSSM എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ചാക്കോ, പനത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ്, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M പത്മകുമാരി, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് ഫൈസൽ, പനത്തടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ലതാ അരവിന്ദൻ, രാധാകൃഷ്ണ ഗൌഡ, സുപ്രിയ ശിവദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ രംഗത്തുമല, വാർഡ് മെമ്പർമാരായ രാധാ സുകുമാരൻ, KJ ജെയിംസ്, B സജിനിമോൾ, N വിൻസെന്റ്, KK വേണുഗോപാൽ, CDS ചെയർപേഴ്സൺ B ചന്ദ്രമതിയമ്മ, ICDS സൂപ്പർവൈസർ PS പ്രിജി, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ MV കൃഷ്ണൻ, KK സുകുമാരൻ, C കൃഷ്ണൻ നായർ, G രാമചന്ദ്രൻ, ബാബു പാലാപ്പറമ്പിൽ, M അബ്ബാസ് എന്നിവർ സംസാരിച്ചു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് സ്വാഗതവും സെക്രട്ടറി VP അബുസലീം നന്ദിയും പറഞ്ഞു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി പുനരധിവാസ കേന്ദ്രം കെട്ടിടത്തിന്റെ പണി നേരത്തെ പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. 2023 ജൂണിൽ 50 കുട്ടികളെ ഉൾപ്പെടുത്തി ഉദ്ഘാടനം നടത്തിയിരുന്നു. സ്ഥാപനം സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി NIPMRൽ നിന്നും 25 ലക്ഷം രൂപയുടെ 170 ഇനം ഫിസിയോതെറാപ്പി ഉപകരണങ്ങളും ഒക്യുപേഷണൽ തെറാപ്പി ഉപകരണങ്ങളും ലഭ്യമാക്കി. ആവശ്യമായ മറ്റു ഉപകരണങ്ങളും ഉടനെ എത്തിക്കും. സിഡ്കോയിൽ നിന്നും ഫർണിച്ചറുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടുതലായി ആവശ്യമുള്ള ഫർണിച്ചറുകൾ മാർച്ച് 15-നകം ലഭ്യമാക്കും. മാത്രമല്ല സെന്ററിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാൻ വേണ്ടുന്ന നടപടികളും മിഷൻ സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജപുരം.